നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സേതുവേട്ടനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അല്ലെങ്കിൽ സേതുവേട്ടൻ എന്നെ അവിടേക്ക് പോകാൻ അനുവദിക്കില്ല. സേതു മാത്രമല്ല, നീ അവിടെ പോകുന്നതിനോട് ആരും യോജിക്കത്തില്ല. ഞാൻ പറയാനുള്ളതെല്ലാം അമ്മയോട് പറഞ്ഞില്ലേ. ഇനി ഞാൻ അവരെ പറഞ്ഞു പറ്റിച്ചാ വീണ്ടും അവരെനിക്കെതിരെ നീങ്ങും. അതുകൊണ്ട് അമ്മ തന്നെ സേതുവേട്ടനോട് ഇക്കാര്യം പറയണം. ഇനി ഞാൻ സൂര്യയുടെ വീട്ടില് കുറച്ചു ദിവസം ഉണ്ടായാലേ ശരിയാവൂ. അപ്പൊ നീ സൂര്യോട് നടന്ന കാര്യം പറയില്ലേ? പറയാം അമ്മേ, സൗകര്യം പോലെ ഞാൻ പറഞ്ഞോളാം. പെട്ടെന്ന് ചാടിക്കറി പറയാൻ പോയാ അത് വലിയ വിഷയമായിട്ട് മാറും. അതുകൊണ്ട് സാഹചര്യം നോക്കി ഞാൻ പറഞ്ഞോളാം. എപ്പോഴും പോലെ നിന്റെ തീരുമാനം തന്നെ നടക്കട്ടെ. ഈശ്വരൻ നിന്നെ കാക്കട്ടെ. മായേ, എന്താ അമ്മേ, ഭാവനയൊന്നും കഴിച്ചില്ലേ? കുറച്ചേ കഴിച്ചോളൂ. അമ്മയ്ക്ക് എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നു. എന്താ അമ്മേ, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഭാവന വല്ലതും പറഞ്ഞോ? നമ്മളാരും കരുതുന്ന പോലെ ഒന്നും അല്ല മായ കാര്യങ്ങള്. എന്താ അമ്മേ? ആ സൂര്യയുടെ വീട്ടിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? എന്തുവാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഈ ആ മാനസയുടെ കാര്യത്തിൽ ഇവക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന്. അതുകൊണ്ട് അവള് നാളെ അങ്ങോട്ട് പോകുന്നാ പറയുന്നേ. ഭാവന അങ്ങോട്ട് പോവാൻ പോകുന്നു? എന്താ അമ്മ ഇത്? വീണ്ടും അവൾ ആപത്ത് ക്ഷണിച്ചു വരുത്താൻ പോവാണോ? എനിക്കൊന്നും അറിയത്തില്ല മായേ. സേതുവിനോട് അവള് പോകുന്നതിന് തടസ്സം നിൽക്കരുതെന്ന് പറയാനാ എന്നോട് പറഞ്ഞത്. ബെസ്റ്റ്. സേതുവിന് ഒരിക്കലും സമ്മതിക്കത്തില്ല അമ്മേ. ഇപ്പൊ തന്നെ അമ്മയെ സേതുവിനും കൂടെ പോയപ്പോ അവിടുത്തെ സ്വീകരണം കണ്ടതല്ലേ? ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളല്ലേ മായേ. അവക്കിപ്പോ പോയേ പറ്റൂന്ന് വാശി പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളെന്താ അമ്മ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ പോവാണോ? ഇതൊന്നും എനിക്കറിയത്തില്ല മായേ. കുറച്ചു ദിവസം അവൾ അവിടെ പോയി നിന്നാലേ ശരിയാവുള്ളൂ എന്നാ എന്നോട് പറയുന്നത്. അമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൂടായിരുന്നോ? എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ പറഞ്ഞു മായേ. ആ പെണ്ണ് കുറച്ച് തീരുമാനത്തിൽ തന്നെ. അമ്മേ, അങ്ങനെയാണെങ്കിലേ ഭാവന നമ്മളിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അവൾ ഈ നിർബന്ധ ബുദ്ധി കാണിക്കത്തില്ല. നമ്മളോട് പറയാൻ മടിക്കുന്ന എന്തോ ഒന്ന് ഇതിന്റെ പിന്നിലുണ്ട്. എനിക്കറിയത്തില്ല മായ. നമ്മളിപ്പോ എത്ര ശ്രമിച്ചാലും പറയാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഒരാളുടെ കൈയും കാലും പിടിച്ച് കെട്ടിടാനൊന്നും പറ്റത്തില്ലല്ലോ. അമ്മ, ഇതിപ്പോ വീണ്ടും പ്രശ്നത്തിലേക്കേ പോകത്തുള്ളൂ. സേതുവിനറിഞ്ഞ ഉറപ്പായിട്ടും ഭാവനയെ പോവാൻ സമ്മതിക്കത്തില്ല. എന്തായാലും നീ സേതുവിനോട് ഇക്കാര്യം പറഞ്ഞേരെ. എന്നിട്ട് അവനോട് ചുമ്മാ വഴക്കിനൊന്നും പോകണ്ടെന്നും പറഞ്ഞേരെ. അപ്പോ അമ്മയുടെ അഭിപ്രായത്തില് ഭാവന പോണോന്നാണോ? ഇത് അവളിപ്പോ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞാൽ ഞാൻ എന്തോ പറയാനാ മായേ. ഇതിപ്പോ എല്ലാരും പറയുന്നല്ലേ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അമ്മ, സത്യം പറ, ഭാവന അമ്മയോട് വേറെ എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറഞ്ഞു? അല്ലെങ്കിൽ ഒരിക്കലും അമ്മ ഇങ്ങനെ രണ്ട് മനസ്സോടുകൂടി സംസാരിക്കത്തില്ല. അല്ല, അവള് പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ശരിയാന്ന് തോന്നുന്നു. അവള് മറ്റേ ഈ ആ മാനസയുടെ ഇക്കാര്യത്തിൽ ഇവക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ടാ പോകുന്നൊക്കെയാ നേരത്തെ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഭാവനയെ തട്ടിക്കൊണ്ടു പോയതും ഈ പറഞ്ഞതുമായിട്ട് എന്തോ ബന്ധമുണ്ടമ്മേ. അല്ലെങ്കിൽ പിന്നെ ഇതുവരെ ഇല്ലാത്തൊരു സംശയം ഇപ്പൊ എങ്ങനെ ഉണ്ടായി? സൂര്യയോട് ആലോചിച്ചിട്ടാണോ അവൾ അങ്ങോട്ട് പോകുന്നത്? അല്ല, അത് നമ്മൾ സൂര്യ വിളിച്ചപ്പോ പറഞ്ഞു. എന്നിട്ട് സൂര്യ ഒന്നും ചോദിച്ചില്ലേ? അയ്യോ, അതിനെ കുറിച്ചൊന്നും എന്നോടൊന്നും പറഞ്ഞുമില്ല. നീ എന്തായാലും സേതുവിനോടൊന്ന് സൂചിപ്പിച്ചേരെ. അല്ലെങ്കിൽ നാളെ അവൾ ഇറങ്ങി പോകാൻ നേരത്തെ ഇവൻ കയറി പ്രശ്നം ഉണ്ടാക്കും. അമ്മ, അതെന്തായാലും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സേതുവട്ടം പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ പിന്നെ ഞാൻ എന്തോ വേണം മായേ? ഇത് കൊള്ളാം. അവക്ക് ഇഷ്ടമുള്ളതുപോലെ അവള് ചെയ്യട്ടെന്നേ. നീ പോയി സേതുവിനോട് പറഞ്ഞേ.
ഇതൊക്കെ എന്തിനാ മായ ഇവിടെ എടുത്തു വെക്കുന്നത്? ഈ അമ്മയ്ക്ക് ഇതെന്തു പറ്റി? ഭാവന എന്തോ മറയ്ക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരിക്കലും അമ്മ ഇതുപോലെ സംസാരിക്കത്തില്ല. സേതുട്ടാ, സേതുട്ടാ, എന്താ മായ? ഒന്ന് എണീറ്റേ, ഒരു കാര്യം പറയാനോ. നീ പറ. ഭാവന അമ്മയോട് പറഞ്ഞൊരു കാര്യം പറയാനോ, ഒന്ന് എണീക്ക്. എണീക്കങ്ങോട്ട്. ഭാവന അമ്മയോട് എന്തോറന്ന് നീ പറയുന്നത്? നാളെ ഭാവന സൂര്യയുടെ വീട്ടിലേക്ക് പോവാണെന്ന്. സൂര്യയുടെ വീട്ടിലേക്കോ? അവർക്ക് നല്ല സുഖമില്ലേ? അതോ ഈ അനുഭവിക്കുന്നതൊന്നും പോരെ? എനിക്കറിയില്ല ഏട്ടാ. ഭാവനയ്ക്ക് മാനസയിൽ എന്തോ സംശയം ഉണ്ടെന്നും അത് കണ്ടുപിടിക്കണമെന്നൊക്കെ അമ്മയോട് പറഞ്ഞേ. അത് പിന്നെ അങ്ങനല്ലേ വരത്തുള്ളൂ. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. സേതുട്ടാ, എന്റെ ഇപ്പോഴത്തെ ബലമായ സംശയം ഭാവന ഇപ്പൊ കാണാതായതും ഭാവന വീണ്ടും സൂര്യയുടെ വീട്ടിലേക്ക് പോകുന്നതും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാ. എന്തു തന്നെ ആണേലും ഭാവന ഇനി ആ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കുന്ന പ്രശ്നമില്ല. അത്രമാത്രം സൂര്യയുടെ അമ്മയായിട്ട് ഞങ്ങൾ സംസാരം നടന്നിട്ടുണ്ട്. അതൊന്നും ഭാവനയ്ക്ക് ബാധകമല്ലെന്നാ അമ്മ പറയുന്നേ. ഒരു കാര്യം ഉറപ്പാണ് സേതുട്ടാ, എന്തെങ്കിലും വ്യക്തമായ കാരണമില്ലാതെ ഭാവന വീണ്ടും അവിടേക്ക് പോകാൻ തയ്യാറാവത്തില്ല. എന്നിട്ട് അമ്മ എതിർക്കാനൊന്നും പോയില്ലേ? അമ്മയും രണ്ടു മനസ്സോടെ എന്നോട് സംസാരിച്ചേ. ഭാവന സേതുവേട്ടന് അറിയാലോ, അവൾ ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിൽ നിന്ന് പിന്മാറത്തില്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കത്തുള്ളൂ. എന്തു വന്നാലും ഭാവന ഇനി അങ്ങോട്ട് അയക്കത്തില്ല. ഇപ്പൊ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. സേതുട്ടാ, സേതുട്ടാ, ഇങ്ങ് വന്നേ. സേതുവേട്ടൻ എന്തായി കാണിക്കാൻ പോകുന്നേ? ഇപ്പൊ ഭാവനയോടൊന്നും ചോദിക്കണ്ട. പിന്നെ ചോദിക്കാണ്ട്? സേതുവേട്ടാ, സേതുവേട്ടൻ ഈ എടുത്തു ചാട്ടം ആദ്യം നിർത്ത്. ഭാവന ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് പിന്നില് അവളെ കാര്യമായിട്ട് ബാധിക്കുന്ന എന്തോ ഉണ്ട്. നോക്ക്, മാനസയെ ഭാവനയ്ക്ക് എന്തോ സംശയം ഉണ്ടെന്നാ അമ്മ പറയുന്നേ. ഇനിയിപ്പോ സൂര്യ ഭാവനയ്ക്ക് നഷ്ടപ്പെടും എന്നുള്ള ചിന്തയാണോ ഭാവനയെ അങ്ങോട്ടേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ആർക്കറിയാം? ഒരിക്കലും ഇല്ല മായ. സൂര്യ ഒരു ആൺകുട്ടിയാണ്. അതുകൊണ്ടാണ് ഭാവനയെ കാണാതായ വിവരം അറിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സൂര്യ ഭാവനയെ കൊണ്ട് തിരിച്ചു വന്നത്. അതിനവള് സൂര്യ അല്ല സേതുട്ടാ സംശയിക്കുന്നത്, ആ മാനസയാണ്.